ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാനില സ്പോഞ്ച് കേക്കാണ് ചെയ്യുന്നത്. എല്ലാ കേക്കിനും ബേസായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാനില സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പം വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു അരിപ്പയിലോട്ടേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു മൈദയിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് മാറ്റി വെക്കാം. ഇതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു കേക്കിന് ബേക്കിംഗ് സോഡൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് 3 നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3 പ്രാവശ്യമായിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ ബേക്കിംഗ് പൗഡർ മൈദൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്ക് ആയി വരണം, എങ്കിൽ നമ്മൾ കേക്ക് നല്ല വണ്ണം തന്നെ പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇതോടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 4 കോഴിമുട്ട എടുക്കാം. മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെ എടുക്കാൻ. അപ്പോൾ ഇനിയൊരു മുട്ടനെ നമുക്ക് മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും വേറെ വേറെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഇവിടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, മുട്ടയുടെ വെള്ളയിലോട്ടേക്ക് മഞ്ഞ പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എഗ് ബീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ള അത്യാവശ്യം ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പഞ്ചസാര നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് നന്നായിട്ട് മിക്സാക്കി വരുമ്പോൾ കുറച്ചും കൂടി പഞ്ചസാര ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ഒരു മുട്ടയുടെ മഞ്ഞ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു പഞ്ചസാര നമുക്കതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്നും കൂടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും ചേർത്തിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ളം നന്നായിട്ട് തന്നെ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ഇല്ലേ, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഞ്ചസാര കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ പഞ്ചസാര നന്നായിട്ടൊന്ന് അരിഞ്ഞ് വരണം, അതുവരെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇവിടെ നന്നായിട്ട് തന്നെ പഞ്ചസാര മുട്ടയുടെ മഞ്ഞയും കൂടി നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇത് രീതിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇതുപോലത്തെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ചായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ നമ്മുടെ മൈദ മിക്സ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. മുട്ടയുടെ വെള്ള ഈ ഒരു മിക്സിലോട്ടേക്കായിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അതുവരെ ഒന്ന് ഇതുപോലെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു മിക്സ് നമ്മുടെ ആദ്യത്തെ മുട്ടയുടെ ബാക്കി വെള്ളയിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെച്ചാൽ 3 ബാച്ചായിട്ട് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അധികം ശക്തിയോടുകൂടി പ്രഷർ എടുത്ത് നമ്മൾ ചെയ്യരുത്. ഇതുപോലെ കുറച്ചായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം. കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ളയും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് കിട്ടുകയും വേണം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പാനിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു അലൂമിനിയം ഫോയിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 30-35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിലും ഇതുപോലെ തന്നെ 30-35 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ബേക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതിൻ്റെ തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വാനില സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് നല്ല പെർഫെക്റ്റോടുകൂടി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ രീതിയിൽ നിങ്ങളത് തയ്യാറാക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.